ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാനിപ്പം വീട്ടിലില്ലേ, പണിക്ക് പോകാൻ വേണ്ടി നോക്കുന്നത്രേ. അപ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ച് പണിക്കാറുണ്ട് കേട്ടോ. നമ്മൾ രണ്ടാം നിലയിലെ പണി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ശബരിമലയിൽ കുറച്ച് യാത്രയിലായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളെ പണിക്കാരട്ടാ, ജിൻഡലിൻ്റെ പണിക്കാരാണ്. മൂന്നാളിന്നുണ്ട് കേട്ടോ. നാളെ വാർപ്പുണ്ടാവുമെന്ന് പറഞ്ഞത്. അപ്പോൾ അവർ കഞ്ഞി കുടിക്കലാണ്, അമ്മ കഞ്ഞി കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ദിവസമായിട്ട് ഞാൻ ഒന്നും കാണിച്ചു തന്നിട്ടില്ല, നമുക്ക് ടൈം ഉണ്ടായിട്ടില്ല. ശബരിമലക്ക് തന്നെ ഏകദേശം ഒരു 10 പ്രാവശ്യം പോയി ഗൈഡായിട്ട് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇടുത്തൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം എത്രത്തോളം പണിയായിന്ന് കാണിച്ചു തരാം. മണിയാണി കല്ലെല്ലാം വെച്ച് കഴിഞ്ഞ് ഇപ്പം ജിൻഡലിൻ്റെ ഏകദേശം പലയടിച്ച് കഴിയാനായിട്ട്. ഇന്നും കൂടെ പണിയുണ്ട്, നാളെ വാർപ്പുണ്ടാവും. വേണ്ട, നമ്മളെ താഴെ 3 ബെഡ്റൂം ഉണ്ട്, അതുപോലെ തന്നെ മുകളിലും 3 ബെഡ്റൂം ആക്കിയാണ് കേട്ടോ. നമ്മളെ ഫാമിലിയിൽ വന്നാൽ കിടക്കാൻ സ്ഥലമില്ല. ഇവിടെ റൂമുണ്ട്, ഇവിടെ ഈ റൂമിന് തന്നെ ഒരു ബാത്റൂം കേട്ടോ. എല്ലാവർക്കും സുഖം തന്നെയാണോ? എന്തുണ്ട്? നമ്മളെ ചങ്കമ്മക്ക് കുഴപ്പമൊന്നുമില്ല. അന്ന് ആശുപത്രി പോയതിൻ്റെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവും. അമ്മക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, തണുപ്പ് പിടിച്ചാലും കുറവുണ്ട്. ഇന്ന് അമ്മ നല്ല ഉറക്കാണ്, അതാ കാണിക്കാണ്ട് കേട്ടോ. ഇതൊരു ബെഡ്റൂം കേട്ടോ. പിന്നെ ഇപ്പുറ സൈഡിലും ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം. പിന്നെ ഇത് പുറത്തേക്ക് ചെറിയൊരു ഓപ്പൺ. ഇവിടെ ഷീറ്റ് ഇടാമെന്ന് വിചാരിക്കുന്നത്. ബാക്കി ബാർപ്പും ഇവിടെ ഷീറ്റ് ഇടാമെന്ന് വിചാരിക്കുന്നത്. നമ്മളെ ബാക്കിലത്തെ സ്ഥലം കണ്ട, വീടിൻ്റെ നേരെ ബാക്ക് സൈഡായിട്ട് ഇതല്ലോ. രാവിലെ നല്ല കോട മഞ്ഞലായിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. രാവിലെ തന്നെ നല്ല സീനാണ് കാണാൻ വേണ്ടിയിട്ട്. സമയം ഏകദേശം ആയി 10 മണിയായിട്ടാണ് കേട്ടോ. ഞാൻ കുറച്ച് ലേറ്റായി പോയി. ഇവിടെ പണിക്കാരുണ്ടായതുകൊണ്ട് ഇവരെ സഹായിക്കാൻ വേണ്ടി നിന്നുകൊണ്ട് കുറച്ച് ലേറ്റായി പോയി. അടുത്തേക്ക് പിന്നെ തലവേദനയും തണുപ്പ് പിടിച്ചിന്, ഇന്നലെ ആശുപത്രി പോയിന്. അപ്പോൾ അടുത്ത് കിടക്കലാണ്. അനിയൻ പണിക്കുപോയിന്, അച്ഛൻ പണിക്കുപോയിന്. അപ്പോൾ ഞാനും പണിക്ക് പോകാൻ നോക്കുന്നു. ഇവർക്കിപ്പോൾ കഞ്ഞിയും കൂടെ കൊടുത്താൽ പോവാലോ. പൊടിയെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്, നാളത്തെ ബാർപ്പിൻ്റെ പൊടി. പിന്നെ ഇതാ സിമെൻ്റ് ഇറക്കി വെച്ചിട്ടുണ്ട്. അമ്മ മത്സ്യം വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ മുമ്പ് തന്നെ മീൻ വരുത്തുണ്ട്, അതുകൊണ്ട് ഇത്തോടെയും പോകണ്ട. എന്താ അപ്പോൾ ഉച്ചക്ക് ഇവർക്ക് പണിക്കാർ കൊടുക്കാൻ വേണ്ടിയിട്ട് മത്സ്യം വാങ്ങുന്നുണ്ട്. പിന്നെ കല്ലിറക്കിയാൽ ഏകദേശം കഴിഞ്ഞ കേട്ടോ. ഇനിയിപ്പോൾ ഈ കല്ല് എത്തുമെന്ന് പറയാൻ പറ്റില്ല, ഒന്നിക്ക് കല്ല് ഇറക്കേണ്ടി വരും. പിന്നെ ജില്ലിയും ആദ്യമേ ഇറക്കി വെച്ചു. ജില്ലിക്കല്ലിപ്പം വില കൂടുന്നുണ്ട് പറഞ്ഞുകൊണ്ട് ജില്ലി ആദ്യമേ ഇറക്കിന്. നാളെ ഇപ്പം 4 പണിക്കാരുണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇപ്പം 3 ആളേ ഉള്ളൂ. കുറച്ചും കൂടി പലയടിച്ചാൽ കഴിയും, ഫിനിഷാവും. നാളെ വാർപ്പുണ്ടാവില്ലേ? അടിപൊളി. എത്ര ആൾ? 4 ആളുണ്ട്. നാളെ ജാസ്തി ആളുണ്ട്. നല്ല കഞ്ഞി പൊയ്ക്ക് അച്ചാറ്, പിന്നെ ഉണക്ക്. അടിപൊളിയാണ് കഞ്ഞി. എന്നിട്ട് സൂപ്പറാ, അടിപൊളി. മലയാളം പഠിച്ചില്ല? മലയാളം അറിയാം? മലയാളം അറിയാം കുറച്ചല്ലേ? എത്ര കിലോന്? 100 റുപ്യ കേട്ടോ കിലോ. എത്രയാണ്? 2 കിലോ ഉണ്ടാ? 1 കിലോ കാണിച്ചാൽ നല്ല വർക്കത്തുണ്ടല്ലോ. 4 മത്തിയ വാങ്ങിന കേട്ടോ. 1 കിലോ മത്തി വാങ്ങിയിട്ടുണ്ട്, 100 റുപ്യാണ്. അങ്ങനെ അവരെല്ലാം കഞ്ഞി കുടിച്ചോട്ടോ. കഞ്ഞി കുടിച്ചവർ പണി തുടങ്ങി. ഞാനും കുറച്ച് കഞ്ഞി കുടിച്ചു. എന്താ ഒരു പണി തുടങ്ങി. നമ്മളെ കട്ടില, ഈ ഫ്രണ്ട് കട്ടില മരാന്ന് കേട്ടോ. ഇതെല്ലാം മരാന്ന്. ബാക്കി റൂമിലെ കട്ടിലെല്ലാം നമ്മൾ കോൺക്രീറ്റിൻ്റെ വാങ്ങുന്നതിന് കേട്ടോ. നമുക്കൊന്നാമത് മരമില്ല, പിന്നെ മരത്തിനെക്കാട്ട് നല്ല കോൺക്രീറ്റാന്ന് പറഞ്ഞുകൊണ്ട് കോൺക്രീറ്റിൻ്റെ കട്ടിലേ വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ റൂമിൻ്റെ ഈ കട്ടിലെല്ലാം മരത്തിൻ്റെ തന്നെ. എല്ലാ റൂമിൻ്റെ കട്ടില മരത്തിൻ്റെ തന്നെയാണ്. നമ്മളെ ജനൽ കട്ടിലേ അത് മാത്രമേ കോൺക്രീറ്റ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. ഇതാകുമ്പോൾ ചെറിയ വയസ്സൊക്കെ സംഭവമായി. പിന്നെ 2ാം നിലയല്ലപ്പാ, നമ്മൾ താഴെല്ലാം മൊത്തം മരത്തിൻ്റെ ആണ്. അതുകൊണ്ട് മുകളിലത്തെ കോൺക്രീറ്റ് ആക്കി. നമ്മളെ ബായി മുകളിലെല്ലാം കയറി പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ പോക്കായി. നാളെ വാർപ്പിൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ബായ്, ഒരു ഹായ് പറയാം. ഹായ് ബൈ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.